മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ കഷ്ടം അനുഭവിക്കുന്നത് മാത്രം നമുക്ക് ഇഷ്ടമില്ല. ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള ഏവർക്കും കഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കാരണം എന്താണ്? നിങ്ങൾ ലോകക്കാരല്ലായകയാൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതാണ് കാരണം. ഹല്ലേലൂയ. യേശു ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികരല്ല. അതുകൊണ്ട് ലോകം പോകുന്ന പോക്കിൽ നിങ്ങളും ഓടാത്തത് കൊണ്ട് നിങ്ങളൊരു വിശേഷപ്പെട്ടവരെന്നാണ് അവരെ കാണുന്നത്. രക്ഷിക്കപ്പെട്ടവർ, ക്രിസ്ത്യാനികൾ, പെന്തക്കോസ്തുകാർ ഒരു വിശേഷ സാധനങ്ങൾ. ഹല്ലേലൂയ. അവർ മദ്യപിക്കത്തില്ല, അവർ പുകവലിക്കത്തില്ല, അവർ ചീത്ത പറയത്തില്ല, അവർ സിനിമയ്ക്ക് പോകത്തില്ല, അവർ നാടകത്തിന് പോകത്തില്ല, അവർ വേശ്യാലയങ്ങളിൽ പോകത്തില്ല. അതെ, അവർ എല്ലാറ്റിൽ നിന്നും വ്യത്യാസപ്പെട്ടവരാണ്. ഒരു പ്രത്യേക ചീത്ത പറഞ്ഞാൽ കേട്ടോണ്ട് മിണ്ടാതെ പോകും, അടിക്കാൻ വന്നാലും കൊണ്ടിട്ട് പോകും. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ കാണുമ്പോൾ ഇതൊരു പ്രത്യേക ജനമെന്നാണ് അവർ കണക്കാക്കുന്നത്. ശരിയാണ്, നമ്മളൊരു പ്രത്യേക ജനമാണ്. ഹല്ലേലൂയ. ഈ കുഞ്ഞാടുകളെല്ലാം ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടും. അന്ന് ബാക്കി കുറച്ച് ചെന്നായ്ക്കൾ മാത്രം ഭൂമിയിൽ ഉണ്ടാകും. അന്ന് സമാധാനം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു പോകും എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് കൈവിടപ്പെടുന്ന ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ നിങ്ങളും ഞാനും ആകാതിരിക്കണമെങ്കിൽ ആമേൻ, കുഞ്ഞാടുകളായ പോലെ തന്നെ ജീവിച്ച് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി നാം ജീവിക്കണം എന്നൊരു പാഠം കൂടെ കർത്താവ് പഠിപ്പിച്ചു.